നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബീഹാറിലെ പട്ന സാഹിബ് ഗുരുദ്വാര പ്രചാരണത്തിനിടെ ബീഹാറിലെ പട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവരങ്ങൾ നൽകാൻ ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആർക്കെ, ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് NDAയുടെ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബീഹാറിലുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഗുരുദ്വാര സന്ദർശിക്കുകയാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുദ്വാര സന്ദർശനത്തിന്. ഒരുപക്ഷെ ഇന്ന് ഇങ്ങനെയൊരു ഈ ഗുരുദ്വാര സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അജണ്ട അത് നേരത്തെ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നതല്ല. ഈ ഗുരുദ്വാര സന്ദർശനം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ നടത്തുന്ന പ്രചരണം BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രതിരോധം എന്ന രീതിയിൽ ചില വിഭാഗങ്ങളെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കുന്ന നടപടികളിലേക്ക് BJP കടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉത്തർപ്രദേശിൻ്റെ ചില ഇനി വോട്ടിംഗ് നടക്കാനായിട്ടുള്ള വിവിധ മേഖലകളിലൊക്കെ ഈ സിഖ് സമുദായ അംഗങ്ങൾ അവരുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡൽഹിയെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും ഈ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും 80കളിലെ സിഖ് വിരുദ്ധ കലാപത്തെ രാഷ്ട്രീയമായിട്ട് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളവരാണ്. അതിനെ ഇത്തവണ ഈ ആം ആദ്മി പാർട്ടിക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ചോദ്യങ്ങൾ ഉന്നയിപ്പിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ആ മാർഗത്തിൽ നിന്ന്, ആ വിഭാഗത്തിൽ നിന്ന് ചോർത്തുക എന്നുള്ളതാണ്. ആ സിഖ് വിരുദ്ധ കലാപം ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തെ നന്നായി മുതലെടുത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഉള്ള കോൺഗ്രസുമായിട്ട് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യം, ആ സഖ്യത്തെ സിഖ് വിരുദ്ധതയായി വ്യാഖ്യാനിക്കാനായിട്ട് BJP തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. മാത്രമല്ല മറ്റ് മേഖലകളിലും ഈ സിഖ് മതവിഭാഗങ്ങളെ പഞ്ചാബിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലും സിഖ് അനുഭാവ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വഴിയുള്ള ലക്ഷ്യം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ സന്ദർശനം രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതാണ്. നാളെ അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന റാലി ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രതിരോധം എന്ന നിലയിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ. അദ്ദേഹം സാധാരണ എത്തി പ്രാർത്ഥിച്ച് മടങ്ങുക മാത്രമല്ല, അവിടുത്തെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ഈ നടക്കുന്ന അന്നദാനത്തിലടക്കം പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് രാഷ്ട്രീയമായിട്ടാണ് ഈ ഒരു സന്ദർശനം അതുകൊണ്ട് തന്നെ പ്രസക്തമാകുന്നത്. ആർക്കെ, ബീഹാറിൽ കുറെ കൂടി കേന്ദ്രീകരിക്കുന്നുണ്ട് NDA ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. അവിടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരിപാടികളുണ്ട്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ അവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും റാലികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പട്ന സാഹിബ് ഗുരുദ്വാരയിലുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നേരത്തെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം കേവലം ഈ ഗുരുദ്വാര സന്ദർശിക്കുക മാത്രമല്ല, അവരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുകയും അദ്ദേഹം ഈ അന്നദാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഭാഗമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിഖ് ജനതയ്ക്കുള്ള ഒരു പിന്തുണ, അതോടൊപ്പം തന്നെ ആർക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ തുടക്കം എന്ന നിലയിലൊക്കെ സവിശേഷത അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിനുണ്ട്. ഇനി അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ബീഹാറിലെ മറ്റു പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ് ആർക്കെ? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുദ്വാര സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് സാധ്യതയുള്ളത്? ഗോപി, ബീഹാറിനെ സംബന്ധിച്ച് BJP പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അത് നിതീഷ് കുമാർ മടങ്ങി വന്നതിന് ശേഷവും ഉണ്ടായിട്ടില്ല. ഗോപി നോക്കൂ, ആ ദൃശ്യങ്ങളിൽ നിതീഷ് കുമാർ ഇല്ല. സാധാരണഗതിയിൽ അത്തരത്തിൽ ഒരു പ്രചരണം നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നിതീഷ് കുമാറിനെ എല്ലാ ഘട്ടങ്ങളിലും ഒപ്പം നിർത്തിയായിരുന്നു ഈ പ്രചരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ BJP സംഘടിപ്പിക്കുന്ന പ്രചരണ പരിപാടികളിൽ നിന്ന് മിക്കതിൽ നിന്നും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നിതീഷ് കുമാർ അപ്രസക്തനാകുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു കാഴ്ച, മാറ്റി നിർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബീഹാർ വളരെ പ്രധാനപ്പെട്ടതാണ് BJPയെ സംബന്ധിച്ച്. നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം നിലനിർത്തുന്ന വിധത്തിലേക്ക് BJPക്ക് അവരുടെ ആ ഒരു സംഖ്യ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ബീഹാറിൽ ഏറ്റവും നല്ല നേട്ടം ഉണ്ടാക്കിയേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ BJP നടത്തുന്നത്. ഇതിന് സമാനമായിട്ട് ഇന്ന് ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ വിവിധ പരിപാടികളുണ്ട്. ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിലാണ് BJPയുടെ ലക്ഷ്യം. വാരണാസിയിൽ റോഡ് ഷോ അടക്കമായിരിക്കും നടത്തുക. അങ്ങനെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചില റാലികൾക്കും റോഡ് ഷോകൾക്കുമാണ് ഈ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പ്രധാനമന്ത്രി മാറ്റിവെച്ചിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബീഹാറിലെ പട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അവിടുത്തെ ആചാരങ്ങളുടെ കൂടി ഭാഗമായി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നാണ് ആർ കെ വിശദീകരിച്ചത്.